ഹേയ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ലാബിലാണ്, ഞാൻ വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് കുറേ കാലമായിട്ട് ആഗ്രഹമുള്ളൊരു സാധനം, മേടിക്കാനൊരു ആഗ്രഹമുള്ളൊരു സാധനം ഞാൻ അങ്ങനെ മേടിക്കുന്നത് വെച്ചാൽ, കാരണം എൻ്റെ ബ്ലോഗുകൾ ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല. മെയിനായിട്ട് എനിക്ക് ഒരു ഇഷ്യൂ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഫോണിൽ അധികം ഇതില്ല, അതായത് ക്ലാരിറ്റി ഇല്ല. അത് കാരണം എനിക്ക് ഭയങ്കര എന്നെ പിന്നോട്ട് വലിക്കുന്നൊരു സംഭവമാണ്. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നൊരു സാധനമാണ്. സോ യെസ് ഗായ്സ്, ഞാൻ DJI Osmo Pocket 3 ക്രിയേറ്റർ എഡിഷൻ മേടിച്ചിരിക്കുകയാണ്. സോ ഇതെൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് എല്ലാം എന്തായാലും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വർക്കിന് വേണ്ടി വന്നാണ്. വരുന്ന വഴിക്ക് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് മേടിച്ചത്. കുറേ കാലമായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ച് ഇതുവരെ നടന്നിട്ടില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് മേടിച്ചാണ്. അപ്പോൾ എന്തായാലും ഞാൻ റൂമിൽ പോയിട്ട് ഇതിൻ്റെ അൺബോക്സിംഗ് മൊത്തം ബാക്കി ഇടുന്നതായിരിക്കും. ഓക്കെ, സോ യെസ് ഗായ്സ്, അപ്പോൾ ഞാൻ സാധനമായിട്ട് വന്നിട്ടുണ്ട്. റൂമിലെത്തി, എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഇനി ഇത് അൺബോക്സ് ചെയ്യണം. ഞാൻ എൻ്റെ കൈ ധരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ പൊളിക്കണോ വീഡിയോ എടുക്കേണ്ടതല്ലേ, അങ്ങനെ ക്ഷമിച്ച് അവസാനം ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലും, പക്ഷേ ഇതൊരു എൻ്റെ രീതിയിൽ, എൻ്റെ വ്ളോഗിൽ കാണുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് വെക്കുന്നത്. സോ അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു സ്കെയിലുണ്ട്, സ്കെയിൽ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ കണ്ടോ ചെറിയൊരു സംഭവം കാണുന്നുണ്ട്. അപ്പം അതൊന്ന് വലിച്ചൂരി നോക്കട്ടെ. സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ തുറക്കാൻ പോവാണ്. ജസ്റ്റ് തുറന്ന്, അപ്പം പെട്ടിക്കുള്ളിൽ എന്തുണ്ടെന്ന് നോക്കാം. പെട്ടി തുറന്ന് ഇവിടെ ഇതിനകത്ത് സിലിക്ക ജെല്ലുണ്ട്. എല്ലാത്തിലും ഉണ്ടാവും സിലിക്ക ജെല്ല്. പിന്നെ ഇതാ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതാ ബാഗ് ഉണ്ട്. പിന്നെന്താണ്, സൈഡിലൊരു ബോക്സ് ഉണ്ട്. ഇപ്പം ബോക്സ് തുറന്നു നോക്കാം. ഇതിൻ്റെ കേസാണ്, സൈഡിൽ വെക്കാം. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. ഇതിനകത്തുള്ളത് ബുക്കും പേപ്പറൊക്കെയാണ്. DJI ക്രിയേറ്റർ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കും ഇതാണ്. പിന്നെ ചൈനീസിലേക്ക് എഴുതിയ വേറെ എന്തോ ഒരു പേപ്പറുണ്ട്. പിന്നെ സ്റ്റിക്കർ, ഫ്ലൈ ടു ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ സ്റ്റാർട്ടർ ഗൈഡ്, അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് തുറക്കാം. ഇതിൻ്റെ അകത്താണ് ഐറ്റം മൊത്തം ഇരിക്കുന്നത്. സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. ആപ്പിളിൽ മാത്രമല്ല, ഇതിനും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. DJI ഇതൊരു ബാഗാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല മണമുണ്ട്. നമ്മളെല്ലാം കിട്ടിയ മണം നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാഗ് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? വൗ, യെസ്, ദിസ് ഇസ് DJI Osmo Pocket. സ്റ്റിക്കറൊക്കെ ഉണ്ട്, സൈഡിൽ വെക്കാം. പിന്നെ ഇതിനകത്ത് ഐറ്റംസ് ഞാൻ നോക്കിയിട്ട് വരാം, നോക്കി വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഞാനെല്ലാം തുറന്ന് അൺബോക്സ് ഒക്കെ ചെയ്ത് നോക്കി. സോ നമ്മൾ ആദ്യം തന്നെ എടുത്ത് നോക്കുന്നത് ഇത് DJI Osmo Pocket, ഇതാണ് ഐറ്റം. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പയ്യെ വലിച്ചൂരിയെടുക്കുക. ASMR. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ തിരിക്കുമ്പോൾ ഓണായി. ഉണ്ടോ, ഇങ്ങനെ ഇതാക്കുമ്പോൾ കുറച്ച് ടൈം കാണിക്കും, എന്നിട്ടത് ഓഫാവും. ഇതിൻ്റെ സംഭവം ഇങ്ങനെ ആക്കുമ്പോൾ ഓണായി, തല തിരിഞ്ഞു വന്ന്. അടിപൊളി, എന്തായാലും കൊള്ളാം. സെറ്റപ്പ് ഞാൻ പിന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒപ്പം വന്നുള്ള ഐറ്റംസ് ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളതാണ് ഈ കേസ്. നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്ത സംഭവം കേസാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. അതായത് ഇങ്ങനെ നമുക്ക് സേഫായി എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു കേസാണ്. ഇങ്ങനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ, പക്ഷേ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാൻ അങ്ങനെ പറ്റില്ല എന്നാണ് നോർമലി നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ
വൈഡ് ആംഗിൾ ലെൻസ്. അത് കണ്ടോ ഇവിടെ അകത്ത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് വൈഡ് ആംഗിൾ ലെൻസ്. അത് നമുക്കിങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വേറെ ഈ കവറിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ്, ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കാം, കാരണം ഇത് മാഗ്നറ്റിക് ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നത് ഒരു കയ്യിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം, ഏറ്റവും ഗുണമുള്ള സംഭവമാണ്. തൂക്കിയിടാം. ഇതിൻ്റെ അവിടെ സൈഡിൽ ഇങ്ങനെ കണ്ടോ ഈ ഒരു ഏരിയയിൽ നമുക്ക് അതിനുള്ള തൂക്കിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ വരുന്നത് മൈക്രോഫോൺ, അതായത് മൈക്രോഫോണും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് നമ്മുടെ ഇതിലൊക്കെ ഷർട്ടിൻ്റെ മുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാഗ്നറ്റും. സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ്, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട നല്ല സ്ട്രോങ് ആണത്. അപ്പം ഇതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം. പിന്നെ ഓക്കെ, അതോടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് നമുക്ക് ട്രൈപോഡ് ഹാൻഡിൽ, പിന്നെ ഒരു ട്രൈപോഡും ഉണ്ട്. ഇതിൻ്റെ മുകളിലിങ്ങനെ നമുക്കിങ്ങനെ സ്ക്രൂ ചെയ്ത് കയറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് അങ്ങ് നെക്കിയിട്ട് കയറ്റി വെച്ച് കൊടുക്കാം. സെറ്റ്. ഇരുന്നെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ആ ക്ലിക്ക് സൗണ്ട് കേട്ടപ്പോൾ ഇരുന്ന്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വെക്കാം. നമുക്ക് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, അതാണ്. ഊരിയെടുക്കാം. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബാറ്ററി എക്സ്റ്റൻഷൻ ആണെന്ന് പറയുന്നത്. അതായത് ഇതുപോലെ തന്നെ നമ്മൾ മറ്റേത് വെച്ച് കൊടുത്ത പോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ചാർജിങ് കാണിക്കുന്നുണ്ടോ? ഓക്കെ, ഇത് രണ്ടും കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്ന ഈ രണ്ട് ബാറ്ററിയും കാണിക്കും. അതായത് ഇതിൻ്റെ താഴെയുള്ള ഈ സാധനത്തിൻ്റെ ബാറ്ററിയും കാണിക്കും, ഇതിൻ്റെ അകത്ത് എത്ര ബാറ്ററി കയറുന്നുണ്ടെന്ന് കാണിക്കും. പിന്നെ 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 വരുന്നത് ഇതാ ഡെഡ് കാറ്റ് വരുന്നുണ്ട്, നമ്മുടെ മൈക്രോഫോണിൽ വെക്കാനുള്ള ഡെഡ് കാറ്റ്. അത് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കുന്ന സെറ്റാണത്. കാറ്റാക്കുള്ള സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് സാധനം. പിന്നെ വരുന്നത് നമ്മുടെ ഒരു C2C കേബിളാണ് വരുന്നത്. ചാർജിങ്ങിനും അതുപോലെ ഡാറ്റ ട്രാൻസ്ഫറിനെല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പ് യൂസ് ചെയ്യാവുന്നുണ്ട്. DJIയുടെ ആപ്പ് ഉണ്ട്, ഇപ്പം പെട്ടിയുടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആപ്പിളിനാണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്യാം ആ ഒരു ആപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ DJIയുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എല്ലാം സെറ്റപ്പ് ആക്കണം, എല്ലാം നോക്കണം, എല്ലാം റെഡിയാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അൺബോക്സിംഗ് ഒക്കെ ആയിരിക്കും. തീരെ പെർഫെക്റ്റ് അല്ലായിരിക്കും, എനിക്കറിയാം സംഭവം. ഞാൻ ആദ്യമായിട്ടൊരു അൺബോക്സിംഗ് ഒക്കെ എടുക്കുന്നത്, ആദ്യമായിട്ട് എൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യണം സംഭവം. അതായത് ഇത് വെച്ചിട്ടായിരിക്കും എൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കുറേ കാലത്തൊരു ആഗ്രഹമാണ് ഒരു ക്യാമറ ഒക്കെ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആരംഭമാണ് ഇതിൻ്റെ, ആ ഒരു ആരംഭം തുടങ്ങുവാണ്. അപ്പം അതെന്തായാലും എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു സംഭവം. ഒരിക്കലും പെർഫെക്റ്റ് ആയില്ല. ഷസാമുണ്ട്, ഒരുപാട് പേരുണ്ട് അടിപൊളിയായിട്ട് അൺബോക്സ് ചെയ്യുന്ന. അൺബോക്സിങ് ഡൂഡ് എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു യൂട്യൂബർ തന്നെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അതിലൊന്നും ആയിരിക്കില്ല, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യണം. അപ്പം എനിക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ EMI ഇട്ടിട്ട് അതെടുത്തത്. യൂറോപ്പിലാണ്, ഇപ്പോൾ ലാറ്റ്വിയയിലാണ്, നിങ്ങൾക്കറിയാം. അവിടെ EMI ഇട്ടിട്ട് എടുത്തത്. എനിക്ക് മുന്നോട്ട് പോകണമെന്നുള്ളൊരു അതിയായ ആഗ്രഹത്തിന് പുറത്ത് മാത്രമേ അത് ചെയ്യുന്നത്. തുടങ്ങുവാണ് ഞാൻ, ഇവിടെ വെച്ച് തുടങ്ങുവാണ്. ഈ ഫോണിൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടായിരുന്നു ഞാൻ ഇത്രയും നാൾ വീഡിയോ എടുക്കാതിരുന്നതും. പക്ഷേ ഇത് വെച്ചിട്ട് എനിക്കൊരു എൻ്റെ റെസ്പോൺസിബിലിറ്റി കയറിയ പോലെ ഞാൻ എന്തായാലും ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് എനിക്ക്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വേണമെങ്കിൽ അടുത്തൊരു വ്ളോഗ്, ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ് ഇതിൻ്റെ അകത്ത് എടുക്കാം. എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് എടുക്കുന്ന വ്ളോഗായിരിക്കും. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പഠിച്ചെടുക്കണം, എനിക്ക് ഈ കാര്യങ്ങൾ മൊത്തം പഠിച്ചെടുക്കണം. ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം പഠിച്ചെടുത്തിട്ട്. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരിക്കും. എനിക്കൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഷെയർ ചെയ്യാൻ തോന്നി, അടുത്ത് വന്ന് ഷെയർ ചെയ്തു. അതിന് പ്രത്യേകിച്ച് ഒരു വലിയൊരു അൺബോക്സിങ്ങോ റിവ്യൂയിങ്ങോ ഒന്നും കാണണ്ട. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ബൈ.